Good morning, everybody. Good morning. Hello. Hello. Please be seated. Thank you. Take the documents. You know, it's your share documents. കമ്പനിയുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്ത ഒറിജിനൽ ഡോക്യുമെന്റ്സ്. മേനോൻ സർ, ഒരു ചെറിയ മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് സെക്കൻഡ് പേയ്മെന്റ്. ഇറ്റ്സ് ഓക്കെ, ബട്ട് വൺ തിങ്, 3000 കോടിയാണ് ഈ പ്രോജക്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതിലേക്ക് 10 ഷെയർ ഹോൾഡേഴ്സ്. ആ 10-1 നിങ്ങളായത് എന്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ്. യെസ്, മിനിസ്റ്റർ അടക്കമുള്ള ഡിഗ്നിഫൈഡ് ഫാമിലിയിലെ ഒരു ബിസിനസ് ഗ്രൂപ്പ്. I know, Mr. Menon. യു ഡോണ്ട് നോ മിനിസ്റ്റർ ദ പ്രസന്റ് സിറ്റുവേഷൻ. മറ്റുള്ള 9 ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഫുൾ പേയ്മെന്റ് അറ്റ് എനി ടൈം ഈ ഹാർബർ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കാരണം എനിക്ക് അവരെ ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ പേരിലുണ്ടാവുന്ന നഷ്ടം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട 300 കോടിയേക്കാൾ അധികമായിരിക്കും. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്ന് അറിയിക്കാനാണ് ഞാൻ ഈ പേഴ്സണൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. കമ്മിങ് മന്ത് 22nd is the deadline. That's all. എക്സ്ക്യൂസ് മീ മാതാവേ, ഞാൻ റെഡി. ഹോ, എന്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. എന്നാത്തിനാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത എന്റെ അമ്മച്ചിക്ക് അത്യാവശ്യമായിട്ട് വെളിയിലോട്ട് പോണോന്ന് പറഞ്ഞത്? എന്റെ ലൊടക്ക് വണ്ടി മതിയോ അതോ വല്യമാവന്റെ ബെൻസ് എടുക്കണോ? രണ്ടും വേണ്ട, നടന്നു പോയാ മതി. അപ്പൊ പള്ളിയിലോട്ടായിരിക്കും. ആ, എന്നാ ഈ ദിവസം ഏതാന്നറിയോ നിനക്ക്? നിന്റെ അപ്പം മരിച്ചിട്ട് ഇന്നേക്ക് 25 കൊല്ലം തികയാ. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ നീയും വേണം എന്റെ കൂടെ. കൊള്ളാം. രാവിലെ എന്തോ പുണ്യകർമ്മം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു. അപ്പന്റെ ആത്മാവിന് വേണ്ടി പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ അമ്മച്ചി പോയാ മതി, ഞാനില്ല. അതെന്നാ നീ ഇല്ലാത്തെ? വർഷാവർഷം ഇന്നേ ദിവസം ഞാൻ നിന്നെ വിളിക്കുമ്പോഴൊക്കെ നിനക്ക് സൗകര്യം കിട്ടത്തില്ല. എനിക്ക് ഇന്നറിയണം നീ എന്നാ ഇല്ലാത്തേന്ന്. എനിക്ക് സൗകര്യപ്പെടുകയല്ല, അത്രേ ഉള്ളു കാര്യം. നടത്തം പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ആ കർമ്മം ചെയ്തിട്ടുണ്ട് ഒരുപാട്. അന്ന് എനിക്ക് അതിന്റെ അർത്ഥം അറിയാലായിരുന്നു. പിന്നെ ഊര് തണ്ടി തിരിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പോയവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ എന്നെ കിട്ടുകയല്ല മച്ചി. നീ എന്നതാടാ പറഞ്ഞത്? നീ ജനിക്കുന്നതിന് മുൻപ് പോയ ആളല്ലാതെ നിന്റെ അമ്മയുടെ അടുത്തോട്ട് നിന്റെ അപ്പനാവാൻ വേണ്ടി വേറെ ആരെങ്കിലും കയറി വന്നൊന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി അണച്ച് ഇതും കൂട്ട് അവസാനിപ്പിക്കും നിന്റെ അമ്മച്ചി. അമ്മച്ചി അവസാനിപ്പിക്കണ്ട, ഇത് ഞാൻ അവസാനിപ്പിച്ചോളാം. മതി ഇങ്ങനെ ഒരുക്കി തീരുന്നത്. എന്നതാടാ നീ ചെയ്തത്? ഇതോടെ തീർന്നട നിന്റെ അമ്മച്ചിക്ക് കുടുംബത്തിലുള്ള സ്ഥാനം. അധികപ്പറ്റ ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീട്ടിൽ വേണ്ട. നീ ഇറങ്ങണോ ഞാൻ ഇറങ്ങണോന്ന് ഇപ്പൊ തീരുമാനിക്കണം. ഞാൻ ഇറങ്ങിക്കൊള്ളാം. വീടും വിളക്കും ഇല്ലാതെ പണ്ട് ഞാനാണല്ലോ അമ്മച്ചി അധികപ്പറ്റായിട്ട് പടി ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇനി നീ ഈ വീടിന്റെ പടി ചവിട്ടിയേക്കരുത്. അതിന്റെ ദണ്ണം മരണം വരെ ഞാനങ്ങ് സഹിച്ചോളാം. പൊള്ളാണേ
ആശാനേ! ആ ഇങ്ങെത്തിയോ? ഊവേ, ആ വാതിലൊന്ന് തുറന്ന മഹാത്മാവിന്റെ മുഖമൊന്ന് ദർശിക്കാമായിരുന്നു. കാണാതെ വന്നപ്പോ എന്റെ കുട്ടിക്കുറുമ്പൻ ആശാനെ മറന്നു എന്ന് വിചാരിച്ചു. അങ്ങനങ്ങ് മറക്കാൻ പറ്റുകയല്ലോ. അതല്ലേ ഈ കൊച്ചുകുഞ്ഞിന്റെ ജന്മവിധി. ഭൂമിയിൽ ഒരു മകനും നിയോഗിക്കപ്പെടാത്ത അഗ്നി പരീക്ഷണം. ഇതെന്നാ? പെറ്റമ്മയുടെ വാത്സല്യം. ജീവിച്ചിരിക്കുന്ന അപ്പന്റെ ആത്മാവിലേക്കുള്ള വെളിച്ചം മൂതിക്കെടുത്തിയതിന്റെ പാരിതോഷികം. ഒരു കവളുടെ ബാക്കിയുണ്ട് ആശാനെ. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നിയെങ്കിൽ ഇവിടുന്ന് ആകാം ഒരു തലോടൽ. അവള് നിന്നെ തല്ലിയോ? കൊച്ചു പ്രായത്തിൽ ഈ കൊച്ചുകുഞ്ഞിനെ അമ്മച്ചിയുടെ താരാട്ട് നല്ലതുപോലെ കേൾക്കാൻ പറ്റാതെ പോയതുകൊണ്ട് ഇതൊന്നും എനിക്ക് തല്ലല്ല ആശാനെ. താരാട്ട, ഈ താന്തോന്നിക്കുള്ള താരാട്ട്. എത്ര കുടിച്ചിട്ടുള്ളിലെ പുക കെട്ടടങ്ങുന്നില്ല. മതിയാക്കാൻ മേലെ ആ പാവത്തിനെ കൊണ്ടിങ്ങനെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്. അവസാനിപ്പിച്ചൂടെ ആശാനെ ഈ അജ്ഞാതവാസം? ഇരുതല എരിയുന്നൊരു വിളക്കിന്തിരിയായിട്ട് ഇങ്ങനെ സ്വയം കത്തിത്തീരാൻ എനിക്കിനി വയ്യ. പറയട്ടെ ഞാൻ അമ്മച്ചിയോട് ഈ സത്യം. മുഖത്ത് തല്ലി രണ്ടിൽ ഒരാൾ മതി ആ വീട്ടിലെന്ന് പറഞ്ഞ അമ്മച്ചി എന്നെ ഇറക്കി വിട്ടപ്പോ ഒരാവർത്തിയല്ല 1000 തവണ മനസ്സ് പറഞ്ഞു, കഥ അറിയാതെ കരഞ്ഞു തീരുന്ന ആ പാവത്തിന്റെ കൈയും പിടിച്ച് ഈ മലയൊന്ന് കയറി വന്നാലോ. അരുത്, അരുത്. ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയാകേണ്ടി വന്നവളാണ് എന്റെ കത്രീന. അവൾ ഇത്ര കാലം ഒഴുക്കിയ കണ്ണീരും കത്തിച്ച മെഴുകുതിരിയും ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ ആത്മാവിന് വേണ്ടിയാണെന്ന് അറിയുന്ന ആ നിമിഷം പിന്നതിന് മാപ്പില്ല. ഒരിക്കൽ ആ തറവാടിന്റെ പ്രതാപത്തിന് മുന്നിൽ തോറ്റുപോയവനാ ഞാൻ. ഇനിയും അത് ആവർത്തിച്ച പിന്നെ നിന്റെ അമ്മച്ച് കത്തിച്ചു വെച്ച മെഴുകുതിരിക്ക് അർത്ഥമുണ്ടാകും. നിനക്ക് പറയാം, ഉള്ളിലെ ദണ്ണം തീരുന്നത് വരെ ശപിക്കാം. കേൾക്കാൻ ഞാൻ അർഹനാ. എന്റെ കത്രീനെ ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങോട്ടാ കയറി വരേണ്ടത്. വരും. ഇനിയും ആ തറവാടിന്റെ പടി ചവിട്ടാൻ ഈ അപ്പൻ അർഹനാണെന്ന് കാണിക്കാൻ മാത്രം എന്റെ മകൻ വളർന്നു എന്ന് എനിക്ക് ബോധ്യമാകുന്ന ആ ദിവസം ഞാൻ വരും. ആശാനായിട്ടല്ല, നിന്റെ അപ്പനായിട്ട്. മതി ആശാനെ, എനിക്കിത് മതി. ഇനി കഥയും കണ്ണുനീരും ഒന്നും വേണ്ട. 1000 പ്രാവശ്യം എനിക്ക് തന്ന് മോഹിപ്പിച്ച ഈ ഉറപ്പ് ഒന്നുകൂടി പറഞ്ഞു കേൾക്കാനാ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി ആ ചോളം വാറ്റി ഐറ്റം വല്ലതും ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഓരോന്നൊഴിക്ക്, ഒന്നാറി തണുക്കാനാ. എന്നിട്ട് എനിക്ക് ആശാന്റെ മാസ്റ്റർ പീസ് ഒന്ന് കേൾക്കണം. എന്റെ അമ്മച്ചിയെ വഴിതെറ്റിച്ച, അല്ല നല്ല വഴിക്ക് നടത്തിച്ച ആ മാസ്റ്റർ പീസ്. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ. കാലം പറഞ്ഞതും പൊള്ളാണേ. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ. കാലം പറഞ്ഞതും പൊള്ളാണേ. പൊള്ളല്ല പൊന്നേ ഉള്ളകമാകെ പൊള്ളുന്ന നോവാണേ.
ഇതിപ്പോ നേരം വെളുത്തിട്ട് 6ാമത്തെ കാപ്പിയാ. എടാ എന്റെ കത്രീനെ കൊച്ച് കാപ്പിയിട്ട് തന്ന ഈ ഒരൊറ്റ ഇരിപ്പിന് 6 അല്ല 12 എണ്ണം വരെ പോവും. എന്റെ മറിയാമ്മയുടെ കൈപ്പുണ്യ എന്റെ കൊച്ചിന് കിട്ടിയിരിക്കുന്നു. ആ ദേ വരുന്നു. കാറ്റ് പറഞ്ഞതും കടലു പറഞ്ഞതും നന്നായിടൂ, വളരെ നന്നായി. ഞാൻ വയനാട്ടിലോട്ട് മല കയറിയത് ഇഞ്ചി കൃഷിക്കുള്ള നല്ലേനെ വിത്ത് നോക്കിയ. അതിന്റെ കൂടെ ഞാൻ നടത്തിയ പള്ളിപ്പെരുന്നാളിൽ നാടകം കളിക്കാൻ കലർപ്പില്ലാത്ത ഈ വിത്തിനെ എനിക്ക് കിട്ടി. സന്തോഷമായി. എല്ലാവരും ഗംഭീരമായിരുന്നു തന്റെ നാടകം ഒറ്റ വാക്കി പറഞ്ഞപ്പോ ഈ കൊച്ചൗസേപ്പിന്റെ മനസ്സ് നിറഞ്ഞടോ. ഒന്ന് മുഖാമുഖം കണ്ട് യാത്ര പറയാമെന്ന് വിചാരിച്ചു. തന്ന സ്നേഹത്തിനും അംഗീകാരത്തിനും എല്ലാത്തിനും നന്ദി. അപ്പോ ഇനി എങ്ങോട്ടാ? അതറിയല. മനസ്സിലെ കഥയും കഥാപാത്രങ്ങളും ഉണ്ട്. അവരെ ഇന്നലത്തെ പോലെ വെളിച്ചത്ത് കാണിക്കാൻ എഴുതാനൊരു കൂര. അതെവിടെയുണ്ടോ അവിടെ വരെ. ആ കാണുന്ന കൂര മതിയാവുമെങ്കിൽ അന്നം മുടങ്ങാതെത്തും വടക്കം വീട്ടിൽ. കലാകാരനും കഥാപാത്രങ്ങളൊക്കെ ആയതുകൊണ്ട് ഇഷ്ടാവോന്നറിയാൻ മേല. ബോധ്യമാവുമെങ്കിൽ നാടകം ഇഷ്ടമുള്ളിടത്ത് നടത്താം, കിടത്തം അവിടെയാക്കാം. എന്നാ ശങ്കര, ആ വാതിലൊന്ന് തുറന്നു കൊടുക്ക. ഞാൻ വെറുതെ ഇതൊന്ന് കാണാനാ. എന്നെ കാണിക്കുന്നത് അപ്പാ, നമ്മുടെ കത്രീനെ ഇവൻ ചതിക്കാൻ വേണ്ടിയായിരുന്നില്ലേ നിനക്ക് കിടക്കാൻ ഞാൻ ഇടം തന്നത്? അല്ല അല്ല, തണല് തന്ന മരം തന്നെ വെട്ടിമാറ്റാൻ അത്രയ്ക്ക് ക്രൂരനൊന്നും അല്ല ഞാൻ. ഇതുവരെ കിട്ടാത്ത സ്നേഹവും അന്നു ഇവിടുന്ന് കിട്ടിയപ്പോ ജീവിക്കാൻ ഒരു കൊതി തോന്നി. ഇത് മറ്റൊന്നും മോഹിച്ചല്ല. ഇവളെ ഇവിടെ വയറ്റി വളരുന്ന എന്റെ കുഞ്ഞിനെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അനുവാദം തരണം, അപേക്ഷയാണ്. എന്റെ കർത്താവേ, കത്രീനാമ്മ പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഈ നാടകം ഞാൻ ഒഴിവാക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഇങ്ങനൊരു അവസരം വന്നത് ഐശ്വര്യം എന്ന് അവള് പറയുന്നത്. എനിക്കതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല. മനുഷ്യനെ വിശ്വസിക്കുക. ഞാൻ നീലകണ്ഠനെ വിശ്വസിച്ചില്ലെങ്കിൽ ഈ യാത്രയ്ക്ക് ഒരു അർത്ഥമില്ല. നീലകണ്ഠൻ എന്നെയും. ആശാൻ എല്ലാവരുടെയും സങ്കട പറയാന്ന് നാടകം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നാടകം എന്ന് പറഞ്ഞ നാടിനകത്തുള്ള സങ്കടമാണോ നീലകണ്ഠ? നമ്മുടെ സമയം നമ്മുടേതല്ല, നമ്മളെ ആവശ്യപ്പെടുന്നവരുടെയാ. ഇപ്പോ അത് നീലകണ്ഠന്റെയാ. അങ്ങനെയാണെങ്കിൽ ഈ നീലകണ്ഠന് വേണ്ടി ആ പാട്ടൊന്ന് പാടും ആശാനെ. ഒരു തവണയോ 1000 തവണ പാടും. കാലങ്ങൾ കൊഴിയുമ്പോൾ പൊള്ളുന്നു നെഞ്ചകം, തിരമാലകളും കൂട്ടില്ല ഭൂവിതിൽ. ഓമനെ നിൻമുഖം മായില്ല വാനിതിൽ. ഓമലെ നിൻമുഖം
കമ്മിറ്റിക്കാരൊക്കെ കാത്തു നിൽക്കാന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലോ നീലകണ്ഠ. കള്ളം പറയാനൊന്നും നീലകണ്ഠൻ അറിയില്ല. സത്യം മാത്രമേ പറയൂ. അത് കൊള്ളരുതാത്തതാണെങ്കിലും കൊണ്ടുവന്നത് നാടകത്തിനല്ല ആശാനെ, നാട് കടത്താനാ. കൊന്നു തള്ളാനാ ഉത്തരവിട്ടത്. കൊന്നു തള്ളാനോ? അതെ. കൊച്ചൗസേപ്പ് മുതലാളി കലാകാരൻ മരുമോനെ മകൾക്ക് വേണ്ടി മനസ്സുകൊണ്ട് അംഗീകരിച്ചു എന്നുള്ളത് നേരാ. പക്ഷേ നാട് തണ്ടി വന്നവനല്ല പെങ്ങൾക്ക് വേണ്ടതെന്നും അങ്ങനെ ഒരുത്തനെ അളിയനായിട്ട് ആ ആങ്ങളമാർക്ക് വേണ്ടെന്നുമാണ് അവരുടെ ഓർഡർ. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ അത് ആശാന് തീരുമാനിക്കാം. ദ്രോഹികളെ, ഇത് ചതിയാ. വീടില്ല ഞാൻ ഒരുത്തനെയും. എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നാടകത്തിന്റെ പേരും പറഞ്ഞ് എന്നോട് നാടകം കളിച്ചാലുണ്ടല്ലോ, വീടില്ല ഞാൻ. ഇത് മാത്രമേ ബാക്കി കിട്ടിയുള്ളൂ. ഈ ചങ്കിലോട്ട് കുത്തിയിറക്കാൻ നീലകണ്ഠന്റെ കത്തിക്ക് മൂർച്ചയില്ലാത്തോണ്ടല്ല ഉണരും വരെ കാവൽ നിന്നത്. നാളെ ലോകം അറിയേണ്ട ഒരു കലാകാരന്റെ നെഞ്ചിലോട്ട് അത് വേണ്ടെന്ന് കരുതിയിട്ടാ. ഇതൊന്ന് വായിച്ചു നോക്ക്. ഇതാണ് ആശാന്റെ നാട്ടിലെ സ്ഥിതി. പൊക്കയിലേക്ക് വീണ ആശാന്റെ പൊടി പോലും കിട്ടിയിട്ടില്ലെന്നാ കത്രീനോട് പറഞ്ഞിരിക്കുന്നേ. ഇപ്പൊ അവിടെ ഇടവക പള്ളിയില് മരിച്ചുപോയ ഈ ദാവീദിന്റെ ആത്മാവിന് വേണ്ടി കുർബാന ഒലിക്കുന്നുണ്ടാവും. ജീവിച്ചിരിക്കെ ഈ ദാവീദിനെ മണ്ണിട്ട് മൂടിയല്ലേടാ. ഇനിയും ആണത്തം കാണിക്കാൻ വടക്കം വീട്ടിലേക്ക് കയറി ചെന്ന ഒന്നല്ല, കത്രീനയും വയറ്റി കിടക്കുന്ന കുഞ്ഞുമടക്കം 3 തീരും ഒരു കുഴിയില്. ജീവിച്ചൂടെ ആശാനെ? എവിടെയെങ്കിലും ഊരും പേരും മാറ്റി. പിതാവേ, ഇതാര്? കൊച്ചുകുഞ്ഞോ? ആന്നേ, സാക്ഷാൽ വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ്. എന്റെ നീലേട്ട, അക്കാലം അല്ല ഇക്കാലം, സകലതിനും ഉടക്ക. എല്ലാ ഉടക്കുകളും തീർത്തിട്ട് ഇപ്പോഴാ ഒന്ന് ഇറങ്ങാൻ പറ്റിയത്. അല്ലാതെ പതിവ് സന്ദർശനത്തിന് മുടക്കം വരുത്തിയതല്ല. ദാ ഗ്രന്ഥകർത്താവിന്റെ പുതിയ പുസ്തകങ്ങൾ. ഗ്രന്ഥകർത്താവ് നീലൻ അക്ഷരാഭ്യാസമില്ലാത്തൊരു വാടക കൊണ്ട എഴുത്തുകാരനായി ലോകത്തിലാദ്യമായിട്ട് ഈ നീലകണ്ഠൻ. ഇത് വിറ്റുകിട്ടുന്ന പ്രതിഫലവും മുടങ്ങാതെ എത്തുന്നുണ്ട്. പക്ഷേ അതിനുശേഷം ഇന്നേ വരെ യഥാർത്ഥ എഴുത്തുകാരനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഊരും പേരും മാറ്റി ജീവിച്ചൂടെന്ന് അന്ന് ഞാനൊരു വാക്ക് പറഞ്ഞപ്പോ ആ വലിയ മനസ്സ് ദാവീദ് എന്ന ആ പേര് മാറ്റി നീലകണ്ഠനിലേക്ക് ചെറുതായി. അങ്ങോട്ട് മല കയറി ചെന്ന് ഒന്ന് മുഖാമുഖം കാണാൻ മനസ്സുണ്ട്. പക്ഷേ അപ്പക്കാട്ടിലുകാര് കൊച്ചോസേപ്പ് മുതലാളിയെ കള്ള് കച്ചവടത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി ഡിസ്ലറിയിൽ നഞ്ചു കലക്കിയപ്പോ അതിന്റെ കണക്ക് തീർക്കാൻ ആൾബലമില്ലാതെ ഒറ്റയ്ക്ക് കയറി ചെന്നതിന് കിട്ടിയ പ്രതിഫലമാ ഈ ഒറ്റക്കാല്. അനുഭവിക്കാനുള്ള അർഹതയുള്ളതുകൊണ്ടായിരിക്കും ഈശ്വരൻ പോലും ഈ നീലകണ്ഠനെ അങ്ങോട്ട് വിളിക്കാത്തത്. കണ്ട കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതല്ലേ ഈ പല്ലവി. എന്നതായാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുകയല്ല കൊച്ചുകുഞ്ഞ് ഒരു ഈശ്വരനും.
കയ്യിലെ കത്തിക്ക് മൂർച്ചയുണ്ടായിട്ടും പണ്ട് എന്റെ അപ്പനോട് നീലകണ്ഠൻ എന്ന വാടക കൊണ്ട കാണിച്ച കരുണ കൊണ്ട ഇന്ന് എനിക്കൊരപ്പനുള്ളത്. അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഈ ആയുസ് ഇനിയും കൊച്ചുകുഞ്ഞിന് ബാക്കി വേണം. പുസ്തകങ്ങൾ മാത്രമല്ല, ആശാൻ വാറ്റിയെടുത്ത നല്ല നെടുമ്പൻ സാധനം കൊടുത്തു വിട്ടിട്ടുണ്ട് 3-4 കുപ്പി. ഒരെണ്ണം എടുക്കട്ടെ? ഒരെണ്ണം ആക്കണ്ട. ഒരൊറ്റ ഇരിപ്പിൽ ആശാന്റെ വാറ്റൊരു 6 എണ്ണം കീറിയിട്ട് വേണം ഈ നീലകണ്ഠനൊന്ന് നിവർന്ന് നിൽക്കാൻ. എന്നാൽ നിവർന്ന് നിൽക്കാനല്ല, നിവർന്നിരിക്കാൻ.